കോമാളി പരിപാടികളും ഇതൊക്കെ കാണാൻ തന്നെയാണ് കുറേ പേര് ആഗ്രഹിക്കുന്നത്. എനിക്ക് കിട്ടുന്ന സമ്പത്ത് ധർമാർത്ഥ കാമത്തിലുള്ളതാണ്. അപ്പോൾ എനിക്ക് 1000 വന്നാൽ അത് ലക്ഷമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസം. ഒരു വിജയം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ കണ്ടന്റുകൾ കൊടുക്കാൻ നമ്മൾ എവിടം വരെ പോയി? പലരും ഈ പറഞ്ഞ കണക്ക് പേര് പോകുമെന്ന് പേടിച്ചും സമൂഹത്തിനെ പേടിച്ചിട്ടും അവർ കുറേ പേര് ഒതുങ്ങുന്നു. അവരോടൊപ്പം പറഞ്ഞു പോയി ഫൈറ്റ് ചെയ്തൂടെ? ഇല്ല, അത് അവരുടെ ഇഷ്ടം, നമ്മളെന്തും നോക്കണം. ജാസ്മിനും ഗബ്രിയും വന്ന് പരസ്യമായിട്ട് ക്യാമറയിൽ നോക്കിയിട്ട് എല്ലാവരോടും സോറി ചോദിക്കുന്നു. ഞങ്ങൾ ഇന്നു മുതൽ നല്ല ഫ്രണ്ട്സാണ്. ഇന്നലെ വരെ പറ്റിയ എല്ലാത്തിനും ഞങ്ങൾക്ക് മാപ്പ് തരണം. ഇന്നലെ വരെ പോയതുപോലെ അല്ല ഞങ്ങൾ ചെയ്യുന്നത്. ഇന്നു മുതൽ ഞങ്ങൾ നല്ല ഫ്രണ്ട്സായിരിക്കും. ഇന്നു മുതൽ ഞങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കളിക്കും. ഇങ്ങനെ ഒരു ഓപ്ഷൻ കൊണ്ടുവന്നാലും അവരുടെ ഫ്യൂച്ചർ സേഫാണ്. സാറ് പക്ഷെ ഇഷ്ടപ്പെടുന്നില്ല, പലരും അത് ഇഷ്ടപ്പെടത്തില്ല. കാരണം ഇവരുടെ അടികളും അല്ലെങ്കിൽ ഇവരുടേതായിട്ടുള്ള ഈ കോമാളി പരിപാടികളും ഇതൊക്കെ കാണാൻ തന്നെയാണ് കുറേ പേര് ആഗ്രഹിക്കുന്നത്. ഇതാണ് സൈക്കോളജി, ഇതാണ് ആ ഗെയിമിൻ്റെ മനഃശാസ്ത്രം. മൈൻഡ് ഗെയിം എന്ന് പറയുന്നൊരു സാധനം. അപ്പം അതുകൊണ്ട് ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് മൈൻഡ് ഗെയിം, ഫിസിക്കൽ ഗെയിം അല്ല. കഥ ഉണ്ടാക്കുന്ന മറ്റു മത്സരാർത്ഥികൾക്ക് കണ്ടന്റ് കൊടുക്കാൻ നമ്മളൊരു കണ്ടന്റ് ഇട്ട് കൊടുത്തില്ലേ? സംഗതി അവിടെ ഒന്നുമല്ലോ ഉണ്ടോ? അത് ഞങ്ങളുടെ പദ്ധതിയുടെ പ്ലാനാണ്, പദ്ധതിയുടെ ഭാഗമാണ്. 2 എപ്പിസോഡ് അവർ തന്നെ വീണ്ടും പോകും സാറേ. 2 ആഴ്ച ഇതോടൂല്ലേ? ജാസ്മിന്റെ അച്ഛനായാലും അമ്മയായാലും ഒക്കെ നല്ല മനുഷ്യരാണ്, നല്ല മനുഷ്യരാണ്. നമ്മളോട് ചെല്ലുമ്പോഴായാലും വളരെ നന്നായിട്ട് സംസാരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ആ വീട്ടിലുള്ളവരുടെ അവസ്ഥകൾ, മറ്റുള്ള കഥകൾ, ഇതൊന്നും പറഞ്ഞ് നമുക്ക് കഴിഞ്ഞ സീസണുകളിൽ നോക്കിയാൽ നമ്മൾ പറഞ്ഞില്ല, ഇന്ത്യൻ ആർമിയെ വരെ അത് എവിടെ തൊട്ട് ആദ്യ സീസണുകളിലൊന്നും അതില്ലായിരുന്നു. അപ്പോൾ ഒരു വിജയം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ കണ്ടന്റുകൾ കൊടുക്കാൻ നമ്മൾ എവിടം വരെ പോയി? പക്ഷെ അവൻ ആലോചിച്ചാലും ഒത്തിരി നടന്നാ പറഞ്ഞത്. അതിനെക്കുറിച്ച് അറിയില്ല, ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടൊരു കാര്യമാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ പോകുമ്പോൾ വില പോകും. എന്ത് തന്നെ ആയാലും ഈ ബിഗ് ബോസ് സീസൺ 6 ഉള്ള മുഴുവൻ മത്സരാർത്ഥികളും, എനിക്ക് തോന്നുന്നു 19 പേരുണ്ടെന്ന് തോന്നുന്നു, മുഴുവൻ പേരും മിടുക്കരാണ്, നല്ല കഴിവുള്ളവരാണ്. പക്ഷേ പലരും ഈ പറഞ്ഞ കണക്ക് പേര് പോകുമെന്ന് പേടിച്ചും സമൂഹത്തിനെ പേടിച്ചിട്ടും അവർ കുറേ പേര് ഒതുങ്ങുന്നു. കുറേ പേര് നന്നായി കണ്ടന്റ് കൊടുത്തു വരും. കുറേ പേര് എന്തും കൈവിട്ട് പോയാലും ശരി എങ്ങനെയും വിജയിക്കും എന്ന തലത്തിൽ പോകുന്നത് കാണുമ്പോഴാണ് എന്നെപ്പോലെയുള്ളവർക്ക് വേദനയും വിഷമം ഉണ്ടാകുന്നത്. കാരണം താൻ ചത്ത്, അതുകൊണ്ട് യേശുദേവൻ ബൈബിളിൽ പറഞ്ഞൊരു വചനമുണ്ട്, നീ എല്ലാം നേടിയിട്ട് നീ നിന്നെ തന്നെ ഇല്ലാതാക്കിയാൽ, നശിപ്പിച്ചാൽ എന്തുണ്ട് കാര്യമെന്ന്. ഇപ്പം ഞാൻ ഖുർആനും ബൈബിളും മഹാഭാരതവും പറഞ്ഞില്ലേ, ഇതാണ് എന്നിലുള്ള ദൈവികത. യേശുദേവൻ പറഞ്ഞ വാക്കാണ് കറക്റ്റ്. നീ എല്ലാം നേടിയിട്ട് നീ നിന്നെ തന്നെ, നീ നിൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി, നീ നിന്നെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് നീ എല്ലാം നേടിയതുകൊണ്ട് എന്തുണ്ട് ഗുണം? സോ ഈ സീസണിൽ ചിലർ നേടാൻ ശ്രമിക്കുന്നത് അവരെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ടാണ് നേടാൻ ശ്രമിക്കുന്നത്. ആ സത്യം അവരറിയുന്നത് കുറച്ചുകൂടെ കഴിഞ്ഞായിരിക്കും, ഇപ്പോഴൊന്നും അറിയില്ല. ഇപ്പം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും തലയിലോട്ട് കയറാൻ സാധ്യതയില്ല. അപ്പോൾ ഇതിനകത്ത് ഇതാണ് കാണാൻ പോകുന്നത്. ഓരോ സീസൺ കഴിഞ്ഞ് വരുന്തോറും ഇതിനകത്തുള്ള ക്രൂക്കട്ട് മൈൻഡും വൾഗാരിറ്റിയും കൂട്ടിയെ കൊണ്ടുവരൂ സാറേ. ഉറപ്പായി അടുത്ത സീസൺ ഇതിനേക്കാൾ എന്നുവെച്ചാൽ മൂല്യങ്ങൾ, വാല്യൂസ് കുറഞ്ഞും വരും, വൾഗാരിറ്റി കൂടിയും വരും. കാരണം അങ്ങനെയാണ് ഇബിലീസ് അല്ലെങ്കിൽ സാത്താൻ അല്ലെങ്കിൽ ബ്ലാക്ക് എനർജി ഓർ നെഗറ്റീവ് എനർജി നമ്മളുടെ കുട്ടികളുടെ മനസ്സിനെ പിടിച്ചുകൊണ്ടേയിരിക്കുന്നത്. കാരണം അകത്ത് ദൈവാനുഗ്രഹവും ജ്ഞാനവും നന്മ എന്ന് പറയുന്ന ഗുണനിലവാരവും പല മേഖലകളിലും ഒരുപാടുള്ളതുണ്ട് ആൾക്കാർ. എന്നാലും സമൂഹത്തിൽ നമ്മൾ നോക്കിയാൽ പലയിടത്തും നന്മ കുറഞ്ഞു വരുന്നു. നമുക്ക് മറ്റൊരാളുടെ തിന്മ കേൾക്കാൻ, സാറ് മോഷ്ടാവാണെന്ന് കേൾക്കാൻ ആണ് കുറേ പേർക്ക് സന്തോഷം. സാറ് നല്ല മനുഷ്യനാണ് കേട്ടോ. എനിക്കുണ്ടല്ലോ സാറേ യൂട്യൂബ്, 2 ലക്ഷം അടുപ്പിച്ച് സബ്സ്ക്രൈബേഴ്സുള്ള എൻ്റെ യൂട്യൂബ് വീഡിയോയിൽ ഞാൻ നല്ല വീഡിയോസാണ് ഇടുന്നത്. സത്യസന്ധമായിട്ടാണ് വീഡിയോ ഇടുന്നത്. പക്ഷെ കാണാനായിട്ട് 1000 പേര് പോലും പലപ്പോഴും ഉണ്ടാവാറില്ല. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ മാർക്കറ്റിങ്ങിൻ്റെ സാധനങ്ങളിൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉപയോഗിച്ച് കള്ളത്തരങ്ങൾ പറഞ്ഞ് പൊലിപ്പിച്ച് ഇരിക്കുമ്പോൾ അതിനകത്തേക്ക് ഇങ്ങനെ ചാകര പോലെ വന്ന് ആൾ കൂടുന്നു. എനിക്കതിൽ ഒരു വിരോധമില്ല. കാരണം എനിക്ക് കിട്ടുന്ന സമ്പത്ത് ധർമാർത്ഥ കാമത്തിലുള്ളതാണ്. അപ്പോൾ എനിക്ക് 1000 വന്നാൽ അത് ലക്ഷമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസം.